സിബിനും ജിൻഡോയും കൂടി ഇന്ന് സംസാരിക്കുന്ന സമയത്ത് സിബിൻ പറയുന്നുണ്ട്, ഇന്ന് അപ്സര എന്നോട് വന്ന് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് അവരുടെ ടീമിനെ മാത്രം ഇത്രയധികം ഒറ്റപ്പെടുത്തുന്നതെന്ന്. ഈ ഒരു കാര്യം എങ്ങാനും അവൾ ക്യാമറ നോക്കി പുറത്തേക്ക് പോകുന്ന തരത്തിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അതെന്നെ നല്ല രീതിക്ക് നെഗറ്റീവായിട്ട് ബാധിക്കും. കാരണം ഞാൻ അവരുടെ ടീമിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള തരത്തിലായിരിക്കും പുറത്തേക്ക് പോകുന്നത് എന്നൊക്കെ സിബിൻ ഇങ്ങനെ ജിൻഡോയുടെ അടുത്ത് പറയുകയാണ്. മാത്രമല്ല ഗബ്രി എന്ന് പറയുന്ന ഗെയിമർ ഉള്ളിൽ ഭയങ്കര വാശിയുള്ള ഒരു ഗെയിമറാണ്. എന്ത് വില കൊടുത്തിട്ടും അവൻ ആ ഗെയിമൊക്കെ ജയിക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് പറയുകയാണ്. ഇതിനു മുമ്പും സിബിൻ പറഞ്ഞിട്ടുണ്ട്, ഗബ്രിയും ജാസ്മിനെയും പിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ശക്തരായിട്ടുള്ള രണ്ട് പ്ലെയേഴ്സ് ആവും. സോ അവരെ പിരിക്കാതെ നോക്കുന്നിടത്താണ് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റൂ എന്നുള്ളൊരു കാര്യം സിബിൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ സിബിൻ ഗബ്രി എന്ന് പറയുന്ന ഒരു ഗെയിമറെ നല്ല രീതിക്ക് പേടിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ജിൻഡോ പറയുന്നത്, അർജുൻ അധിക നേരം ആ കുടം താങ്ങി നിൽക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം അവൻ്റെ കൈക്ക് എന്തോ ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറയുകയാണ്. ജിൻഡോയെ സംബന്ധിച്ചിടത്തോളം അർജുൻ്റെയും അപ്സരയുടെയും ഗ്രൂപ്പ് ഒരിക്കലും പവർ ടീമിൽ കയറരുത് എന്ന് മാത്രമേ ജിൻഡോ ആഗ്രഹിക്കുന്നുള്ളൂ. വേറെ ഏത് ഗ്രൂപ്പ് കയറിയാലും ജിൻഡോയ്ക്ക് അത് വലിയ പ്രശ്നമല്ല. പക്ഷേ ഈ ഒരു ഗ്രൂപ്പ് കയറുന്നതിനോട് ജിൻഡോയ്ക്ക് വലിയ രീതിയിൽ താല്പര്യമില്ല.